ഹലോ മക്കളെ, അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് 3 മാർക്ക് നേടാം അല്ലെ. അതായത് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ പെഡിഗ്രി അനാലിസിസിലെ സിമ്പിൾസ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന സിമ്പിൾ നോക്കിക്കേ, ഒരു വട്ടമുണ്ട്, അത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷെയ്ഡ് ചെയ്താൽ എന്താണ്? അത് എഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് അല്ലെ, അതായത് ജനറ്റിക് ഡിസോർഡർ ഉള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും. സോ ഇവിടെ എന്താ വരുന്നത്? വട്ടം ഫീമെയിൽ അല്ലടാ. സോ എഫക്റ്റഡ് ഫീമെയിൽ. എന്താണ്? എഫക്റ്റഡ് ഫീമെയിൽ ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഒരു പെട്ടി ഉണ്ട്, അതായത് ഒരു മെയിൽ ഉണ്ട്, ഒരു വട്ടം ഫീമെയിൽ ഉണ്ട്, നടുക്ക് 2 ലൈൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നടുക്ക് 2 ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലെ, അതായത് കോൺസാങ്ക്വിനസ് മേറ്റിംഗ് ആണ് വരുന്നത്. അപ്പൊ ബി എന്താണ്? കോൺസാങ്ക്വിനസ് മേറ്റിംഗ് ആണ്. ഇനി സി നോക്കിക്കടാ, അതായത് ഒരു പെട്ടി മാത്രമല്ലേ ഉള്ളൂ, പെട്ടി മാത്രം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് മെയിലാണ് അല്ലെ, പെട്ടി മാത്രം വന്നാൽ മെയിലാണ്. ഇനി ഡി നോക്കിക്കടാ, അതായത് ഇങ്ങനെ ഡയമണ്ട് ഷേപ്പ് അല്ലേ കൊടുത്തിരിക്കുന്നത്, അത് സെക്സ് അൺസ്പെസിഫൈഡ് അല്ലേ. അപ്പൊ അതെന്താണ്? സെക്സ് അൺസ്പെസിഫൈഡ്. ഡി ഇസ് സെക്സ് അൺസ്പെസിഫൈഡ്. അപ്പൊ പെഡിഗ്രി അനാലിസിസിലെ ഓരോ സിമ്പിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ 2 3 മാർക്ക് നമുക്ക് നഷ്ടമാവാതിരിക്കണമെങ്കിൽ ഇത് പഠിക്കണം, പഠിച്ചു വെച്ചോളാം.